ലതീഷ് ചേരുന്നു. കോഴിക്കോട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ജില്ല. എന്താണ് ജില്ലയുടെ സ്ഥിതി? ലീഡ് നില സൗത്തിൽ. ശരത് മനോ, കോഴിക്കോട് ജില്ലയിൽ ആകെയുള്ള 13 സീറ്റിൽ ഫലം പുറത്തു വരുമ്പോൾ 8 സീറ്റിൽ UDF ലീഡ് ചെയ്യുകയാണ്. 2 സീറ്റിലാണ് LDF ലീഡ് ചെയ്യുന്നത്. കോഴിക്കോട് സൗത്തിൽ അപ്രതീക്ഷിതമായി ആദ്യ റൗണ്ടിൽ NDA സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ബേപ്പൂരിലും അതേപോലെ തന്നെ തിരുവമ്പാടിയിലുമാണ് നിലവിൽ LDF ലീഡ് ചെയ്യുന്നത്. കോഴിക്കോട് നോർത്തിലും ബേപ്പൂരിലുമാണ് നിലവിൽ LDF ലീഡ് ചെയ്യുന്നത്. മറ്റു മണ്ഡലങ്ങളിൽ 8 മണ്ഡലങ്ങളിലും UDF ആണ് ലീഡ് ചെയ്യുന്നത്. നേരിയ മുന്നേറ്റം LDF കേന്ദ്രങ്ങളിൽ ആദ്യ റൗണ്ടുകളിൽ ഉണ്ടാക്കാൻ നിലവിൽ കോഴിക്കോട് UDFന് കഴിഞ്ഞിട്ടുണ്ട്. റൈറ്റ്. അതായത് വലിയ തോതിലുള്ള കൊല്ലത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോടും ഒരു UDFന് ഇപ്പോൾ ഈ സർവേകളൊക്കെ പ്രവചിച്ചതിനപ്പുറത്തേക്ക് തന്നെ മണ്ഡലങ്ങളിലേക്ക് ലീഡ് ആദ്യ റൗണ്ടുകളിൽ തന്നെ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സന്തോഷ് സൂചിപ്പിച്ചത്. 8 ഇടങ്ങളിൽ ലീഡ് ചെയ്യുകയാണ്. രണ്ടിടത്തും മാത്രമായി ബേപ്പൂരിലും അതുപോലെ നോർത്തിലും മാത്രമായി നിൽക്കുകയാണ് LDF. കോഴിക്കോട് ജില്ല ആകെ പരിശോധിച്ചാൽ എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ എലത്തൂര് ഉറച്ച LDF മണ്ഡലമാണ്. അതുപോലെ തന്നെ കൊയിലാണ്ടി, അതുപോലെ ഈ പറഞ്ഞ കുറ്റ്യാടിയിലും ഒക്കെ, അതുപോലെ തിരുവമ്പാടി, ഇതെല്ലാം സിറ്റിംഗ് സീറ്റുകളാണ്. ഇവയെല്ലാം നാദാപുരം, മുമ്പ് കുന്നമംഗലം, ഇതെല്ലാം വരുന്നുണ്ട്. ഇവിടെ എല്ലാം UDF ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് വന്നിട്ടുള്ളത്. അഴീക്കോട് LDF ലീഡ് KV സുമേഷ് 1436 വോട്ട്. പുതുക്കാട് KK രാമചന്ദ്രൻ 1499 LDF സ്ഥാനാർത്ഥി. നെടുമങ്ങാട് ആദ്യ റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ 446 വോട്ടുകൾക്ക് മുന്നിലാണ് GR അനിൽ. നെടുമങ്ങാടാണ്. അതുപോലെ AC മൊയ്തീൻ്റെ ലീഡ് 711 വോട്ടുകൾ എന്നുള്ളതാണ്. വളരെ ശ്രദ്ധിച്ചാൽ അറിയാവുന്ന കാര്യം, LDF സ്ഥാനാർത്ഥികൾക്ക് ലീഡ് കിട്ടുന്ന ഇടങ്ങളിലൊക്കെ നേരിയ ലീഡ് മാത്രമാണ് ആദ്യ റൗണ്ട് കഴിയുമ്പോൾ. അതേസമയം UDFന് കുറെ കൂടി മികച്ച ലീഡ് ആദ്യ റൗണ്ട് കഴിയുമ്പോൾ അവർ മണ്ഡലം തിരിച്ചുപിടിക്കുന്ന അല്ലെങ്കിൽ ലീഡ് തിരിച്ചുപിടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള മെച്ചപ്പെട്ട ലീഡ് കാണാനും കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇടുക്കി നോക്കാം. റോഷി അഗസ്റ്റിൻ്റെ മത്സരിക്കുന്ന ഇടുക്കിയിൽ റോയ് കെ പൗലോസ് UDF ലീഡ് 220 കുന്നംകുളത്തേക്ക് പോയാൽ AC മൊയ്തീൻ്റെ ലീഡ് 711. മന്ത്രി GR അനിലും മത്സരിച്ച നെടുമങ്ങാട് പോയാൽ LDFൻ്റെ ലീഡ് 446. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മുന്നിലാണ്. 2145 ലീഡ്. പ്രതീക്ഷിച്ച ലീഡില്ല. മുമ്പ് സന്തോഷം അത് സൂചിപ്പിച്ചു. പാലക്കാട് നഗരസഭയാണ് 7 റൗണ്ട് വരെ വരുന്നത്. UDFന് BJPക്ക് നല്ല സ്വാധീനമുണ്ട്. പക്ഷേ അതിനനുസരിച്ച് 2021 അതാണ് 3269 വോട്ടാണ് 2021 BJP സൂചിപ്പിച്ചു. പാലക്കാട് നഗരസഭയാണ് 7 റൗണ്ട് വരെ വരുന്നത്. UDFന് BJPക്ക് നല്ല സ്വാധീനമുണ്ട്. പക്ഷേ അതിനനുസരിച്ച് 2021 അതാണ് 3269 വോട്ടാണ് 2021 BJP ഇവിടെ നേടിയത് പാലക്കാട് നഗരസഭയിലെ. പക്ഷേ ഇപ്പോൾ അത് 2145 മാത്രമാണ്. അതായത് ആ ലീഡ് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് പാലക്കാടിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവിടെ UDF ആണ് ലീഡ് ചെയ്യുന്നത് എന്നതുകൂടി അവിടെ പിന്നിലുള്ളത് രണ്ടാമതായിട്ടുള്ളത് UDF ആണ്. വർക്കലയിൽ V ജോയ്ക്ക് നല്ല ലീഡുണ്ട്. 3554 ലീഡ് ഉയർത്തി, അല്ലെങ്കിൽ ലീഡ് 3554 ലീഡ് എന്നാണ് കാണുന്നത്. കുന്നത്തുനാട്ടിൽ UDF ലീഡ് ചെയ്യുന്നു 2556. പെരുമ്പാവൂരിൽ UDF ലീഡ് ചെയ്യുന്നു 2355. അതുപോലെ രണ്ടാം റൗണ്ട് എണ്ണി കഴിഞ്ഞപ്പോൾ വാമനപുരം UDF ആണ് ലീഡ് 625 വോട്ടുകൾക്ക് UDF ലീഡ് ചെയ്യുന്നു. വാമനപുരത്ത് നല്ല ശക്തമായ മത്സരം നടന്ന ഒരു മണ്ഡലം. ആ നിലയിൽ ഇപ്പോൾ UDFന് അവിടെ ലീഡ്, ചെറിയ ലീഡ്. അടൂർ UDF ലീഡ് 295 എന്നുള്ളതാണ്. വളരെ ചെറിയ ലീഡാണ് സുജു എഴുതുന്നു. പക്ഷേ നോക്കൂ, ആകെ നോക്കിയാൽ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 91 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. 44 ഇടങ്ങളിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. 5 ഇടങ്ങളിൽ NDA ലീഡ് ചെയ്യുന്നു എന്നതുകൂടിയുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പയ്യന്നൂരിൽ LDF ലീഡ് ചെയ്യുന്നു. അഴീക്കോട് LDF വർക്കലയിൽ LDF ലീഡ് ചെയ്യുന്നു. രമ്യ ഹരിദാസിന്റെ ലീഡ് 52 വോട്ടുകളിലേക്ക് കുറഞ്ഞിരിക്കുന്നു എന്നതും പ്രധാനപ്പെട്ട ഇപ്പോൾ വരികയാണ്. ഏറ്റവും പുതുതാണ്. ഇപ്പോൾ നോക്കൂ, തൊടുപുഴയിൽ UDFന്റെ ലീഡ് 5340 വർദ്ധിച്ചു. അതുപോലെ ഇടുക്കി, ഉടുമ്പൻചോലയൊക്കെയാണ് LDFനെ ഞെട്ടിച്ച മണ്ഡലങ്ങൾ. അവിടെ രണ്ടിടത്തും ഉടുമ്പൻചോലയിലും UDF സ്ഥാനാർത്ഥി നന്നായി ലീഡ് ചെയ്യുന്നതാണ് മുമ്പ് നമ്മൾ കണ്ടതും. 5ഇടത്തും അതെ. അപ്പോൾ ചെറിയൻകീഴിൽ ലീഡ് ഉയർത്തുന്നുണ്ട്. പയ്യന്നൂരിൽ മധുസൂദന്റെ ലീഡ് 5750 ആണ്. അരൂരിൽ ഷാനിമോൾ 1826 കൊണ്ട് ലീഡ് ചെയ്യുന്നു എന്നതാണ്. തൃപ്പൂണിത്തുറയിൽ
ദീപക് ജോയ് UDF സ്ഥാനാർത്ഥി 1763 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ. 2 മണ്ഡലങ്ങളിൽ അരൂരിലും UDF ലീഡാണ്, അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിലും UDFന്റെ ലീഡാണ് ഈ സമയത്ത് നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത് എന്നത് ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് അടൂരിലും UDF നേരിയ വോട്ടാണ് 295, പക്ഷേ ലീഡ് ചെയ്യുന്നത്. നോക്കൂ, ഇപ്പോൾ ബാലുശ്ശേരി നോക്കിയാൽ ബാലുശ്ശേരിയിൽ VT സൂരജ് UDF സ്ഥാനാർത്ഥി 1965 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ബാലുശ്ശേരിയൊക്കെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഉറപ്പുള്ള മണ്ഡലങ്ങളാണ്. പക്ഷേ അവിടെ UDF ലീഡ് ചെയ്യുകയാണ്. സച്ചിൻ ദേവിനെ മറികടന്ന് സൂരജ് 1965 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഇതിൽ ഏറ്റവും നല്ലൊരു പോരാട്ടം മണലൂരാണ് കേട്ടോ. മണലൂരിൽ പക്ഷേ ഇപ്പോൾ ലീഡ് കുറയുകയാണ് അവിടെ UDFന്. തുടക്കം മുതൽ തന്നെ ഇഞ്ചോടിഞ്ചാണ് മണലൂരിൽ കാണാൻ കഴിഞ്ഞത്. 103ലേക്ക് പ്രതാപന്റെ ലീഡ് അവിടെ കുറഞ്ഞു വരുന്നുണ്ട്. എന്താണ് നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും അതുപോലെ തിരുവമ്പാടിയിൽ CK കാസിം UDF സ്ഥാനാർത്ഥി അവിടെ ലീഡ് ചെയ്യുകയാണ്. ലിൻഡോ ജോസഫിനേക്കാൾ സിറ്റിംഗ് MLA CPIM-ന്റെ ലിൻഡോ ജോസഫിനേക്കാൾ അവിടെ UDF ലീഡ് ചെയ്യുകയാണ്. അതുപോലെ കൊയിലാണ്ടിയിൽ പ്രവീൺ കുമാർ ലീഡ് ചെയ്യുകയാണ്. നേരിയ വ്യത്യാസം മാത്രമേ പക്ഷേ അവിടെ ഉള്ളൂ. പ്രവീൺ കുമാർ ദാസനേക്കാൾ ലീഡ് ചെയ്യുന്നു.